ഋതബ്രത ബാനർജിയെ ബംഗാൾ പ്രതിപക്ഷ നേതാവായി നിയമിച്ച നടപടിയിൽ ചോദ്യങ്ങളുമായി കൊൽക്കത്ത ഹൈക്കോടതി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയെ എങ്ങനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചു എന്ന് കോടതി. ഋതബ്രത ബാനർജിയുടെ നിയമനത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് കോടതിയെ സമീപിച്ചത്. അരവിന്ദ് നൽകും വിവരങ്ങൾ. ഡൽഹിയിൽ നിന്ന് അരവിന്ദ്, മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഈ ഋതബ്രതയും വിമതരും ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലുമാണ് TMC. ഇപ്പോൾ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഋതബ്രതയുടെ പ്രതിപക്ഷ നേതാവ് നിയമനത്തെ ചൊല്ലി ആരായുന്നത്? ആരോടാണ് ഈ ചോദ്യങ്ങൾ? ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതിനെതിരെ മമതാ ബാനർജിയായിരുന്നു കൽക്കത്ത ഹൈക്കോടതിയിൽ എത്തിയത്. സ്പീക്കറുടെ നടപടി അത് ഭരണഘടനാ വിരുദ്ധമെന്നതാണ് മമതാ ബാനർജിയുടെ അഭിഭാഷകരടക്കം ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അപ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില നിർണായക ചോദ്യങ്ങൾ ഉയർത്തിയത്. കാരണം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആ ഋതബ്രത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ അത്തരം ഒരു വ്യക്തിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ നിയമിച്ചു എന്നതാണ് കോടതി പ്രധാനമായും ഉന്നയിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത്. അതേസമയം ഇതിലൊരു അടിയന്തര സ്റ്റേ വേണമെന്ന ആവശ്യം മമതാ ബാനർജിയുടെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും ഇപ്പോൾ കോടതി കടന്നിട്ടില്ല. വിശദമായ വാദം ഈ മാസം 16-ന് കേൾക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചില നിർണായക ചോദ്യം, കാരണം കൃത്യമായി തന്നെ മെയ് 6-ന് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുകയും 59 പേരുടെ പിന്തുണയുള്ള കത്ത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കാതെ ഇത്തരത്തിൽ വിമതരായി നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചു എന്നതാണ് കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, ഏകദേശം 60-ലധികം വിമത MLA-മാരാണ് ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ ഉള്ളത്. നിയമസഭയ്ക്ക് പിന്നാലെ പാർലമെന്റിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് മമതാ ബാനർജി കടന്നു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ചോദ്യം നിർണായകമായി വരിക. എന്തായാലും ജൂൺ 16-ന് ഈ കേസിൽ ഒരു വിശദമായ വാദം കേട്ട ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കൽക്കത്ത ഹൈക്കോടതി പോവുക. ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.